നമസ്കാരം. തിരുവോണം നാളിൻ്റെ അധിപഗ്രഹം വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രദശയിൽ തിരുവോണം നാളുകാർ ജനിക്കുന്നു. എത്ര നാഴിക വിനാഴിക ആ നാളിൽ ചെന്നിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നക്ഷത്രശിഷ്ടം ചന്ദ്രദശ എത്ര കാലം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നീട് ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ തുടങ്ങിയ ദശകളാണ് വരുന്നത്. ഈ ദശാകാലങ്ങൾ ഓരോന്നും നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആരംഭഘട്ടം കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ പഠന സംബന്ധമായ കാര്യങ്ങളിൽ മന്ദഗതി അനുഭവപ്പെടുകയോ യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാവുകയോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആരംഭകാല ദശകൾ ഗുണകരമല്ല എന്ന് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി പരിശോധിച്ച് മുമ്പോട്ട് പോകണം. സാമാന്യമായിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ 3 ഇളനീരുകൊണ്ട് അഭിഷേകം ചെയ്ത് ചുവന്ന പുഷ്പമാല ചാർത്തി കടുംപായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ നല്ല ഒരു പ്രതിവിധിയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ ശാന്തി ദുർഗ പൂജ നടത്തുന്നതും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബപരമായ കാവുകളോ മറ്റു വെച്ചാരാധനാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് താമ്പൂല രാശി പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഗൃഹം വാസ്തുശാസ്ത്രപരമായി പരിശോധിപ്പിച്ച് വേണ്ടത് ചെയ്യുന്നതും ഉത്തമമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫലം കാണാതിരിക്കുന്ന അവസ്ഥ, ധനനഷ്ടം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ ഒരു ഗണപതി ഹോമം, ഭഗവതി സേവ നിശ്ചയമായിട്ടും നടത്തുക. അതോടൊപ്പം നല്ല ഗുണനിലവാരമുള്ള മുത്ത് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് ഗുണം ചെയ്യും. വനദുർഗ യന്ത്രമെഴുതി ദേഹധാരണം ചെയ്യുന്നതും നല്ലതാണ്.